കേക്കാമോ? ഹലോ. ഹലോ. ഹലോ, കേക്കുന്നോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പ്രവീണേട്ടൻ പറയുന്നത് കേൾക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്താ പറയാ, നമ്മൾ ലൈവ് സ്ട്രീം തുടങ്ങിയെന്നൊരു എന്താ പറയാ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ചാനലിൽ വന്നിട്ടുണ്ടോ എന്നൊരു ഇത് കിട്ടിയിട്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ലൈവ് ആണ്. ഓക്കെ, നമ്മൾ ലൈവ് ആണ്. ഓക്കെ, അപ്പം പ്രവീണേട്ട, വെൽക്കം ടു പീപ്പിൾ ഇൻ ഫോസ്. അപ്പം എല്ലാവരുടെ ഒരു എന്താ പറയാ ശ്രദ്ധയ്ക്ക് ഐ മീൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാന്, പ്രവീണേട്ടൻ ഒരു ഡെബിയൻ ഡെവലപ്പർ ആണ്. ഇന്ത്യയിലെ ഡെബിയൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. അതല്ലാതെ ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയുടെ ഒരു അഡ്മിൻ ആണ്. അവിടുത്തെ എഫേർട്സ് ഒക്കെ പുഷ് ചെയ്യുന്ന ഒരു ആളാണ്. അതേപോലെ podery.com എന്ന് പറയുന്ന ഒരു ഡയസ്പോറ പോഡിന്റെ അഡ്മിൻ ആണ്. ആ ഒരു എഫേർട്ട് പ്രവീണേട്ടനാണ്. പ്രവീണേട്ടനെ പോലെ ഒരു അതിഥിയെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുവാണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ പ്രവീണേട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായാലും അതിനൊരു നല്ലൊരു ഓർഡറിൽ അതിനെ ഓർഡർ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാനാണ്. അപ്പം ഒരു ടോക്കും തുടങ്ങുന്ന പോലെ തന്നെ, ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന പോലെ തന്നെ പ്രവീണേട്ടന്റെ ബിഗിനിങ്സിനെ പറ്റിയാണ് ആദ്യത്തെ ചോദ്യം. അപ്പം പ്രവീണേട്ടൻ എവിടുന്നാ വരുന്നത്, എങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ്, കോളേജ്, അങ്ങനെ കുറച്ചൊന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഓക്കെ. എൻ്റെ സ്വന്തം സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര എന്ന് പറയും. മലപ്പുറം ബോർഡറായിട്ട് വരും. അവിടെയുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. എടത്തനാട്ടുകര സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചത് മണ്ണാർക്കാടാണ്. എനിക്ക് നമ്മുടെ ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച് ആയിരുന്നു നമ്മുടെ ബാച്ച്. അതിനുശേഷം എല്ലാവർക്കും +2 ആയിരുന്നു. പിന്നെ അതിനുശേഷം എഞ്ചിനീയറിംഗ് ചെയ്തത് കോഴിക്കോട് NIT. അതും നമ്മള് എനിക്കൊന്ന് ലാസ്റ്റ് REC ബാച്ച് ആയിരുന്നു. ഫസ്റ്റ് NIT അല്ല, അങ്ങനെ എന്തായാലും REC NIT രണ്ടിലും പഠിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ NIT ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി. അങ്ങനെ ഇലക്ട്രിക്കൽ ട്രിപ്പിൾ ആയിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ വെച്ചാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുന്നത് കമ്പ്യൂട്ടർ സെന്ററിൽ. അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയാമായിരുന്നെങ്കിൽ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ. നമ്മൾ അന്ന് NIT, അന്ന് RECയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്സസ് കിട്ടുന്നത് മോണോക്രോം ടെർമിനൽസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെർമിനൽസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ വേറെ എന്താ പറയാ സൺ മൈക്രോ സിസ്റ്റത്തിന്റെ ഏതൊക്കെയോ ചില മെഷീൻസുകളിലെ ഗ്രാഫിക്സ് ഒക്കെ ആക്സസ് കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിലൊക്കെ ആണെന്ന് തോന്നുന്നു റെഡ് ഹാറ്റ് ലിനക്സ് 9 ആയിരുന്നു അന്ന് അവിടെ ലാബിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് എനിക്ക് ഫൈനൽ ഇയർ ആവുന്ന സമയത്തൊക്കെ നമ്മള് കമ്പ്യൂട്ടർ സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു.
ഓ, ഓക്കെ. അപ്പോ അന്ന് ഇതുപോലെ പല ഡിസ്ട്രിബ്യൂഷൻസും ട്രൈ ചെയ്യുമായിരുന്നു. അവിടെ പിന്നെ സീനിയേഴ്സിന് അവർക്ക് ആക്സസ് ഉള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീനിലാണ് നമ്മൾ ആദ്യമായിട്ട് ഡെബിയൻ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു അന്ന് എന്റെ ഫേവറേറ്റ് സൂസൈ ലിനക്സ് ആയിരുന്നു. ശരി, ശരി, ശരി. ഡെസ്ക്ടോപ്പ് എൻവയറമെന്റ് വല്ല പ്രിഫറൻസ് ഉണ്ടായിരുന്നു അന്ന്? സ്റ്റാർട്ടിങ്ങില് നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് കോളേജ് കമ്പ്യൂട്ടർ സെന്ററിൽ ഉപയോഗിച്ചിരുന്നത് വിൻഡോ മേക്കർ ആയിരുന്നു. കാരണം ആ, അവിടെ തിൻ ക്ലയൻസ് ആയിരുന്നു. അപ്പൊ ഹെവി ആയിട്ടുള്ള എൻവയോൺമെന്റ്സ് ഒന്നും ഓടാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ശരി, ശരി. വിൻഡോ മേക്കർ വെച്ചാണ് നമ്മളിത് ഗ്രാഫിക്സ് എൻവയോൺമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് മോസില്ലയുടെ ബ്രൗസർ ഫയർഫോക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആണ് മോസില്ല എന്ന് പറഞ്ഞ മെയിൻ അതേ മോസില്ല സമയത്ത് നെറ്റ്സ്കേപ്പർ. ബ്രൗസർ മോസില്ല ബ്രൗസർ തുടങ്ങി. അത് നെറ്റ്സ്കേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ മെയിൻ ആയിട്ട് അന്ന് ഒപ്പേറ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നെറ്റ്സ്കേപ്പ് ഇത്തിരി സ്ലോ ആയിരുന്നു. പിന്നീടാണ് ഫയർഫോക്സ് ഒക്കെ വരുന്നത്. ആ സമയത്ത് കോളേജില് ഫോസ് ക്ലബ്ബ് ന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. എന്നുവെച്ചാൽ NIT ഫോസ് മീറ്റിനെ പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മള് ആ സമയത്താണ് അന്ന് എനിക്ക് തോന്നുന്നു ഗ്നൂ ലിനക്സ് യൂസേഴ്സ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ചെറുതായിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ ടോക്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഫൈനൽ ഇയർ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ദിലീപ്, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് മെയിനായിട്ട് ഫോസ് മീറ്റ് ഫസ്റ്റ് എഡിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഫ്ലോസ് മീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫ്ലോസ് മീറ്റ് അറ്റ് NITC എന്ന് പറഞ്ഞിട്ട്. അവിടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന രാജഗോപാലൻ സാറ്, പിന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന KP മോഹൻദാസ് സാറ്, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്തത്. ആ വർഷം ബാംഗ്ലൂർ FOSS.in കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ദിലീപ് അവിടെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള കുറച്ച് സ്പീക്കേഴ്സിനെ ആണ് നമ്മൾ ഫസ്റ്റ് എഡീഷനിൽ 4 സ്പീക്കേഴ്സും FOSS.inന്റെ ഓർഗനൈസിംഗ് ടീമിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. അതുൽ ചിറ്റ്നിസ്, ശങ്കർ ബാലൻ, പിന്നെ അങ്ങനെ പ്രദീപ് കിഷോർ ഗൗഡ, പിന്നെ നമ്മുടെ ബൈറ്റ് ഓഫ് പൈത്തൺ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ പുള്ളി ഓർമ്മയുണ്ടോ? പൈത്തൺ കേട്ടുണ്ട്. പേര് ഓർക്കുന്നില്ല. ആ ഒരു പുസ്തകത്തെ പറ്റി. അങ്ങനെ 4 സ്പീക്കേഴ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് എഡിഷൻ നമ്മൾ ചെയ്തു. പിന്നെ അതിനുശേഷം ജൂനിയേഴ്സ് അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും തുറന്നുകൊണ്ടിരുന്നു. എനിക്കൊന്ന് 1 വർഷം ഒഴികെ ബാക്കിയുള്ള എല്ലാ വർഷവും ഞാൻ 1-2 വർഷം ഒഴികെ ബാക്കി ഇതുവരെ എല്ലാ വർഷവും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടർ ലിറ്ററസി ഒക്കെ കേരളത്തിലോട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എന്താ പറയാ, അന്ന് എന്നാലും ഒരുവിധം ആൾക്കാരൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ കോളേജിലൊക്കെ അല്ല, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് അധികം വന്നിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഫ്രീ സോഫ്റ്റ്വെയറിന്റെയും അതായത് സോഫ്റ്റ്വെയർ ഫ്രീഡത്തിന്റെയും നമ്മുടെ റൈറ്റ്സ്, യൂസറിന്റെ റൈറ്റ്സിന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്? നമ്മൾ അന്ന് തന്നെ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ വിൻഡോസ് വേഴ്സസ് ഗ്നൂ ലിനക്സ് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അഡ്വക്കസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എന്തോ ഒരു ഇഷ്ടം തോന്നി. അന്ന് അത്ര ഇതിന്റെ എന്താ പറയാ ഫിലോസഫി ഒന്നും അത്ര അറിയില്ലായിരുന്നു. അതിന് മുന്നേ യൂസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനെ പറ്റിയൊക്കെ കേട്ടു. പിന്നെ അരുണുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തു. പിന്നെ അനിവർ അരവിന്ദ്, അങ്ങനെ ഹിരൺ, അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. പിന്നെയാണ് ഇങ്ങനെ അതിന്റെ കുറച്ച് ഫിലോസഫിയെ പറ്റിയൊക്കെ എല്ലാം മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങള് അപ്പൊ ഒരു നല്ലൊരു ഗ്രൂപ്പ് NIT ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി തന്നെ. അമൽ ദേവ് മാനുവൽ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിലെ പുള്ളി വന്ന് ഇതുപോലെ ഫോസ് മീറ്റ് നടത്താനൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നു NIT ഒരു പൊതുവെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ലാബിലൊക്കെ ഗ്നൂ ലിനക്സ് എല്ലാം യൂസ് ചെയ്യും. പക്ഷെ
ആ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി അവയർനെസ് ഒക്കെ അത്ര ഒരു സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു ഇതല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതെ 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 അതെ. പിന്നെ എപ്പോഴായിരുന്നു SMCയിലേക്കൊക്കെ വരുന്നത്? നമ്മള് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ ഇത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂര് HP ഹ്യൂലറ്റ് പക്കാർഡില് ആയിരുന്നു ജോലി കിട്ടിയത്. അപ്പൊ എനിക്ക് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്കൊന്നും എത്ര 1-2 വർഷമൊക്കെ ആയി കാണും. അപ്പോഴും എന്നിട്ട് ഒരു ഡെബിയൻ മിനി ഡെപ്കോൺ അങ്ങനെ ഒരു ഡെബിയൻ കോൺഫറൻസ് ബാംഗ്ലൂർ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അതിന്റെ മുന്നേ ആണെന്ന് തോന്നുന്നു GPL V3 കോൺഫറൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോ അങ്ങനെ ബാംഗ്ലൂരിലുള്ള അബ്ബാസ് അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട് കണക്ഷൻസ്, പിന്നെ നമ്മള് അവിടെ BMS കോളേജ്, പെസിറ്റ്, അങ്ങനെ കുറച്ച് കോളേജിൽ നമ്മൾ ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഡെബിയന്റെ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ജൽദർ വ്യാസ് എന്ന് പറഞ്ഞ ഒരു ഡെബിയൻ ഡെവലപ്പർ, പുള്ളി ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷെ പുള്ളി ബേസ്ഡ് ന്യൂയോർക്കാണ്. പുള്ളി ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് ഡെബിയൻ ഇൻസ്റ്റാളറിന് ഗ്രാഫിക്കൽ ഫ്രണ്ട് എൻഡ് GTK ബേസ്ഡ് ആയിട്ടുള്ള ഡെബിയൻ ഇൻസ്റ്റാളർ ഡെവലപ്പ് ആവുന്നത്. അതിന് മുന്നേ നമ്മുടെ കൺസോൾ കർസസ് ബേസ്ഡ് ഇൻസ്റ്റാളർ മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് മലയാളം ഒന്നും അതിനകത്ത് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രാഫിക്കൽ ഇൻസ്റ്റാളർ വന്നപ്പോൾ മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷകളും അതുപോലെ പേർഷ്യൻ, അറബിക്, ഹീബ്രു, ഹീബ്രു പോലെയുള്ള ഭാഷകളെല്ലാം സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പം നമ്മൾ മലയാളം ട്രാൻസ്ലേഷനും ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളൊരു ടീം ഫോം ചെയ്യുന്നു. അന്ന് എനിക്കൊന്ന് വിവേക് വർഗീസ് ചെറിയാനായിരുന്നു അതിന്റെ ലീഡ്. അപ്പൊ അന്ന് പുള്ളി പറഞ്ഞ മലയാളം അറിയുന്ന ആരെങ്കിലും ഒരു ബാക്കപ്പ് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ ചുമ്മാ പേര് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അന്നെങ്കിൽ പേര് കൊടുത്തതാണ്. പിന്നെ കുറെ കാലം പക്ഷെ ട്രാൻസ്ലേഷൻ നടന്നില്ല. പിന്നെ എനിക്കൊന്നും അതിനുശേഷം എപ്പോഴും ഒരു തവണ രാമകൃഷ്ണൻ മുത്തുകൃഷ്ണൻ തോന്നുന്നു ഒരു മെയിലിംഗ് ലിസ്റ്റിലാണോ അതോ വേറൊരു ടോക്ക് സമയത്താണോ അറിയില്ല, നിങ്ങള് കുറെ എന്താ പറയാ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ്സ് എല്ലാം അടിക്കുന്നു, പക്ഷെ കൺട്രിബ്യൂഷൻസ് ഒന്നും അധികം നടക്കുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ അപ്പോഴാണ് ഒരു കൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കിക്ക് വന്നത്. അപ്പോ അന്ന് പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്തായാലും ഞാൻ ബാക്കപ്പ് കോർഡിനേറ്റർ ആണല്ലോ. അപ്പൊ അന്ന് പക്ഷെ മലയാളം ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ഈ ഓൺ സ്ക്രീൻ കീബോർഡ് ഓൺ സ്ക്രീൻ കീബോർഡല്ല, GNU ക്യാരക്ടർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതില് ക്യാരക്ടേഴ്സ് എല്ലാം നോക്കി മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഒക്കെയാണ് ഫസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട് പഠിച്ചു. അത് പഠിക്കുന്ന വെച്ചാൽ ഇൻസ്ക്രിപ്റ്റിന്റെ ലേഔട്ടിന്റെ ഒരു ചിത്രം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സൈഡിൽ വെക്കും. എന്നിട്ട് അത് നോക്കി അതുപോലെ കീ ഒക്കെ ഏതാണ് മാപ്പിംഗ് നോക്കി ടൈപ്പ് ചെയ്ത് അങ്ങനെയാണ് ഇത് ടൈപ്പ് ചെയ്യാൻ പഠിച്ചത്. ആ സമയത്താണ് സന്തോഷൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സന്തോഷം ഇതുപോലെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. സന്തോഷം നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ നമ്മള് ഒരേ കോളേജിൽ നമ്മള് പ്രീ ഡിഗ്രിക്ക് മണ്ണാർക്കാട് ഒരുമിച്ച് നമ്മൾ പഠിച്ചതാണ്. പുള്ളി മലയാളമായിരുന്നു, ഞാൻ ഹിന്ദി ആയിരുന്നു. ഒരു ക്ലാസ് അല്ലായിരുന്നു, പക്ഷെ ഒരു ബാച്ച് ആയിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് അറിയാം, പക്ഷെ അത്ര അറിയില്ല. പിന്നെ അങ്ങനെയാണ് മലയാളം ട്രാൻസ്ലേഷൻ വഴി നമ്മൾ ഒന്നിച്ച് എന്താ പറയാ മലയാളം ഡെബിയൻ ഇൻസ്റ്റാളറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അതൊരു കമ്മ്യൂണിറ്റി എഫേർട്ട് ആയിട്ട് പിന്നെ കുറെ പേരെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ ഇതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ തൃശ്ശൂർ ഒരു മീറ്റപ്പ്, എനിക്ക് തോന്നുന്നു ആ മീറ്റപ്പിലൂടെയാണ് SMCയുടെ ഒരു രണ്ടാമത്തെ റീആക്ടിവേഷൻ. അതിനു മുന്നേ ബൈജു ഒക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു സ്വന്തം മലയാളം കമ്പ്യൂട്ടിംഗ്. പിന്നെ നമ്മൾ അനിവർ, ഹുസൈൻ മാഷ്, MES അന്ന് ഉണ്ടായിരുന്ന CK രാജു, അങ്ങനെ ഒത്തിരി പേര് അവിടെ മീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ മലയാളത്തിൽ റെൻഡർ ചെയ്ത് ഈ ഡെബിയൻ ഇൻസ്റ്റാളറിലുള്ള ഒരു ഇമേജ് നമ്മൾ ബൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നോക്കി. അപ്പോഴാണ് സുരേഷ് ഏട്ടൻ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് അതിനകത്ത് മലയാളം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി. കറക്റ്റ് ആയിട്ടല്ല മലയാളം അതിനകത്ത് വരുന്നത്.
മുഖ്യമന്ത്രി എന്നൊക്കെ എഴുതുമ്പോൾ അത് ക്യാ എന്നുള്ള ചിഹ്നം താഴെ വരുന്നതൊന്നും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആയിട്ട് കാ ചന്ദ്രകല യായൊക്കെ ആയിട്ടാ വന്നിരുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള സുരേഷ് ഏട്ടനാണ് അത് അന്ന് സോൾവ് ചെയ്തത്. അത് വിൻഡോസിൽ റണ്ടർ ചെയ്യുന്ന ഒരു എന്താ യൂണിസ്ക്രൈബ് എന്ന് പറഞ്ഞ വിൻഡോസിന്റെ കോംപ്ലക്സ് റെൻഡറിങ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും നമ്മൾ അന്ന് ഗ്നോമിൽ GTK-ലൊക്കെ ചെയ്യുന്ന പാങ്കോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിന്റെ കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആയിരുന്നു അത് കാരണം. എന്നിട്ട് അന്ന് നമ്മൾ 2 ഡിഫറെന്റ് ഫോണ്ട് ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഗ്നൂലിനക്സിൽ വർക്ക് ചെയ്യാനും ഒന്ന് വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന രീതിയിലും. പിന്നീട് അത് പാങ്കോയിലും അത് അതേ വേർഷൻ തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് ഫിക്സ് ആയി. അങ്ങനെ ഒരേ ഫോണ്ട് വിൻഡോസിലും ഗ്നൂലിനക്സിലും വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആയി. അങ്ങനെ ആ ഒരു തൃശ്ശൂർ ഒരു മീറ്റപ്പിലാണ് നമ്മൾ SMCയുടെ ഒരു റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ അതൊരു SMC നേരത്തെ ആക്റ്റീവ് ആയിരുന്നു. ബൈജു ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഗ്നോം ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം ഒരു ഡോർമെന്റ് ആയി കിടന്ന് നമ്മൾ വീണ്ടും അത് ആക്റ്റീവ് ആക്കി എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഗ്നോം KD ഇങ്ങനെ ഓരോ ട്രാൻസ്ലേഷൻസ്, ഫയർഫോക്സ് അങ്ങനെ ട്രാൻസ്ലേഷൻസ് എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം പ്രവീണേട്ടാണെങ്കിൽ വളരെ എന്താ പറയാ ഒരു 100% സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസ് കേസിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പം പ്രവീണേട്ടന്റെ ബേസ് ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം പ്രവീണേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മുടെ കോളേജുകളിലാണ് പലപ്പോഴും സ്റ്റുഡൻസ് EC അല്ലെങ്കിൽ മെക്കാനിക്കൽ എടുത്തിട്ട് അവസാനം അവർ ജോലി ചെയ്യാൻ വരുമ്പോൾ ഒരു പക്ക സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ടാണ് പോകുന്നത്. അപ്പം പ്രവീണേട്ടൻ ഈ ട്രാൻസിഷൻ ശരിക്കും എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി കുറച്ചുകൂടെ പറയാം. അതായത് ഇപ്പം പ്രവീണേട്ടൻ ഒരു ഹാർഡ്വെയർ പേഴ്സൺ ആയിരുന്നു, പിന്നെ അത് സോഫ്റ്റ്വെയറിലേക്ക് മാറിയപ്പം ചേട്ടൻ എന്തൊക്കെയാണ് ഒരു എന്താ പറയുക ഇഷ്യൂസ് ഫേസ് ചെയ്തത്, അതിനെക്കുറിച്ച് കുറച്ച് പറയാമോ? എനിക്ക് ആദ്യം മുതലേ കമ്പ്യൂട്ടർ ആയിരുന്നു താല്പര്യം. നമ്മള് അഡ്മിഷൻ സമയത്ത് NIT-ല് കമ്പ്യൂട്ടർ സയൻസ് കിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് CET അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ NIT-ല് വേറെ ഏതെങ്കിലും ബ്രാഞ്ച് എടുക്കണോ അതോ വേറെ ഏതെങ്കിലും കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ എന്നുള്ള ഒരു ചോയ്സ് ആയിരുന്നു. അന്ന് എനിക്കൊന്നും എൻ്റെ അമ്മാവന്മാരോ ആരൊക്കെയോ പറഞ്ഞു, എന്തായാലും ഏത് ബ്രാഞ്ച് എടുത്താലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ല എന്നുള്ള ഒരു ഉപദേശം കിട്ടിയപ്പോൾ നല്ല കോളേജ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് NIT-ല് ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തത്. ചെയ്തെങ്കിലും അപ്പോഴും കമ്പ്യൂട്ടർ തന്നെ ആയിരുന്നു താല്പര്യം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എലക്ടീവ്സ് എടുക്കുന്ന സമയത്ത് ജാവ ആയിരുന്നു എലക്ടീവ് സെലക്ട് ചെയ്തത്. സയൻസുകാരുടെ കൂടെ പോയിട്ടാണ് ഒരു എലക്ടീവ് പഠിച്ചത്. പിന്നെ മൊത്തത്തിൽ കമ്പ്യൂട്ടർ സെന്ററിലായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോ അങ്ങനെ ഇലക്ട്രിക്കലിനോട് ഒരു പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ട്രാൻസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല. ആദ്യം മുതലേ കമ്പ്യൂട്ടറിനായിരുന്നു താല്പര്യം, അതിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി അത് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഇരുന്നതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആയിരുന്നു. സയൻസ് പറഞ്ഞ ഡിഗ്രി ഇല്ല, എന്താ ഈ പറഞ്ഞ തിയററ്റിക്കലായിട്ട് കുറെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ HP-യിൽ എങ്ങനെയായിരുന്നു? ഒരു ഹാർഡ്വെയർ എന്താ പറയാ പ്രൊഫഷൻ ആയിരുന്നോ അതോ അവിടെ എന്തെങ്കിലും കേർണൽ റൈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരുന്നോ? HP-യിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അവിടെയും നമ്മള് ആദ്യം ജോയിൻ ചെയ്തപ്പോ തന്നെ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ടോ എന്നുള്ള ഒരു സെർച്ച് ആയിരുന്നു. ഓപ്പൺ സോഴ്സ് മിഡിൽ വെയർ എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പൊ നമ്മള് ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മിഡിൽ വെയർ സ്റ്റാക്ക്, ഇപ്പൊ ഡാറ്റാബേസ്, അപ്ലിക്കേഷൻ സെർവർ, അന്ന് ജേബോസ് അപ്ലിക്കേഷൻ സെർവർ, ഓപ്പൺ എൽഡാപ്പ്, ഇതുപോലെയുള്ള മിഡിൽ വെയർ സാധനങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു നമ്മുടേത്. അപ്പൊ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തു എനിക്ക് ഇതിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് ആ ടീമിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പൊ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് ആയിട്ടാണ് HP-യിൽ നമ്മൾ ജോയിൻ ചെയ്തിരുന്നത്. പിന്നീട് ഇടയ്ക്ക് കുറച്ച് HP യൂണിക്സിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് എനിക്ക് പിന്നെ കൂടുതൽ വർക്ക് ഒറാക്കിൾ
അതിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നാൽ കുറച്ചും കൂടെ ഫ്രീ സോഫ്റ്റ്വെയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള തന്നെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പിന്നെ റെഡ് ഹാറ്റിലേക്ക് അന്ന് മാറിയത്. HP റെഡ് ഹാറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. വീണ്ടും ഫ്രീ സോഫ്റ്റ്വെയറിൽ തന്നെ വർക്ക് ചെയ്യുന്ന അന്ന് റെഡ് ഹാറ്റിൽ എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ അവരുടെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ, ഗിറ്റ് ഹോസ്റ്റിംഗ്, ഡെവോപ്സ് പോലെ എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ്. അന്ന് ഡെവോപ്സ് എന്ന് പറഞ്ഞ ഒരു വേർഡൊന്നും അധികം ഇല്ല. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ് എന്നൊക്കെയുള്ള ഒരു ടേമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് പിന്നെ എപ്പോഴായിരുന്നു ഡെബിയനിലേക്ക് ഒരു വരവ്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് HP ഇരിക്കുമ്പോഴും നമ്മള് ഈ പറഞ്ഞ പോലെ ഡെബിയനൊക്കെ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റെഡ് ഹാറ്റിലേക്ക് വന്നപ്പോഴും ഡെബിയൻ തന്നെയായിരുന്നു ഞാൻ എൻ്റെ പ്രൈമറി OS ആയിട്ട് ഉണ്ടായിരുന്നത്. ഫെഡോറ ഡ്യുവൽ ബൂട്ട് ഉണ്ടായിരുന്നു. എന്നാലും യൂഷ്വലി ഫെഡോറയിലേക്ക് ഡ്യുവൽ ബൂട്ട് ഒന്നും കയറാറില്ല. ഡെബിയനിൽ തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. മാനേജർ ഇവരാരെങ്കിലും വരുമ്പോ കാണിക്കാൻ ഓക്കെ ഫെഡോറ ഉണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു. ഡെബിയനകത്ത് തന്നെ ആയിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ ആ സമയത്ത് എനിക്കൊന്ന് കുശൽദാസ് എഴുതിയ ഒരു ബ്ലോഗിങ് സോഫ്റ്റ്വെയർ എന്നാൽ ഇതൊന്ന് ഡെബിയനിൽ പാക്കേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാക്കേജിങ്ങിലേക്ക് തിരിയുന്നതും. പിന്നെ എനിക്കൊന്ന് സംഘർഷനാണ് നീ ഡെബിയൻ ഡെവലപ്പറായി അപ്ലൈ ഇടയ്ക്കിടയ്ക്ക് എന്നും കാണുമ്പോൾ ചോദിക്കും അപ്ലൈ ചെയ്തോ അന്ന് ചോദിക്കും. അങ്ങനെയാണ് പിന്നെ ഒരു ഡെബിയൻ ഡെവലപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സമയത്തിന് ഡെബിയൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ശരിക്കും എങ്ങനെയാണ് ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാല് പ്രവീണേട്ടനാണ് ഒരു മെന്റർഷിപ്പ് ഒക്കെ തരുന്നത്. പ്രവീണേട്ടൻ ആ സമയത്ത് എങ്ങനെ മെന്റർഷിപ്പ് അല്ലെങ്കിൽ ആരാ എന്താ പറയാ ഒന്ന് പഠിപ്പിച്ചു തരുന്നൊക്കെ ആരെങ്കിലും വേണ്ടേ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ? അപ്പൊ അതാരായിരുന്നു പ്രവീണേട്ടന് പഠിപ്പിച്ചു തരാന്ന് വെച്ചാൽ കോളേജിൽ നമുക്ക് ആൾറെഡി യൂസ് ചെയ്യുമ്പോൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ലാബില് ഫ്രീ സോഫ്റ്റ്വെയർ കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ അത് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു അന്ന് ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഫിലോസഫിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എനിക്ക് തോന്നുന്നു അരുണൊക്കെ ആയിട്ട് പിന്നെ അനിവറൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻ, ഹിരൺ അങ്ങനെയുള്ള ഇന്ററാക്ഷൻ വഴിയാണ് ഫിലോസഫിയിലേക്ക് വരുന്നത്. ടെക്നിക്കലി പിന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് സീനിയേഴ്സ് ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊരു ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒക്കെ ഗൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ കുറെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് അന്ന് പുതിയൊരു ഡിസ്ട്രോ വരുമ്പോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാനുള്ള ഒരു ആവേശം. പിന്നെ നമ്മള് അന്ന് ഇതുപോലെ ഫ്രണ്ട്സിന്റെയും ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ അവരുടെ ലാപ്ടോപ്പിൽ നമ്മൾ ഇത് പുതിയ ഡിസ്ട്രോ ISO ബേൺ ചെയ്ത് CD-യിലാക്കി കൊടുന്ന് ഇൻസ്റ്റാൾ. എങ്ങനെയായിരുന്നു എന്റെ ചോദ്യം? ഞാൻ ഉദ്ദേശിച്ച കൂടുതലും പാക്കേജിങ് ആയിരുന്നു. പാക്കേജിങ്ങിൽ അന്ന് നമ്മൾ മെന്റർ ചെയ്തത് കാർത്തിക് മിസ്ട്രി. പുള്ളിയാണ് എന്റെ പാക്കേജ് എല്ലാം സ്പോൺസർ ചെയ്തത്. എത്ര നാൾ മെയിൻറ്റെയിനർ ആയിരുന്നു? അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. കുറെ വർഷം മുന്നേ ആണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം 1.5 വർഷമൊക്കെ മെയിൻ ഇതായിട്ടാണെന്ന് തോന്നുന്നു. അതിന് ശേഷമാണ് പിന്നെ ഡെബിയൻ ഡെവലപ്പർ. പക്ഷെ അന്ന് ഇങ്ങനെ ഡെബിയൻ മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. നേരെ ഡെബിയൻ ഡെവലപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. എനിക്കൊന്ന് ലെക്കോണി ഗ്നോം എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് അന്ന് ഒരു ബ്ലോഗിങ് വേർഡ്പ്രസിന്റെ ഒരു ക്ലയന്റ് ആയിരുന്നു. അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കുറെ കാലം മെയിൻറ്റെയിൻ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ഡയാസ്പൊറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അന്ന് ഫേസ്ബുക്കിന് ഒരു ബദലായിട്ട് വരുന്ന സമയത്ത് എന്ന ഡയാസ്പൊറ ഡെബിയന് വേണ്ടി പാക്കേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഡെബിയനിലേക്ക് വരുന്നത്. പിന്നെ ഡയാസ്പൊറ ഒരു വലിയ സോഫ്റ്റ്വെയർ ആണ്, കുറെ അധികം ഡിപ്പെൻഡൻസികളെല്ലാം ഉണ്ട്. അപ്പോഴാണ് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നതുകൊണ്ടാണ് കൂടുതൽ പേരെ പാക്കേജിങ്ങിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് കൂടുതൽ പേർക്ക് പാക്കേജിങ് പഠിപ്പിക്കാനും മെന്ററിങ് ഇതുപോലെ വേറെ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യാനൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മളിപ്പോ ഡെബിയനിലേക്ക് വരുമ്പം കാണുന്നവരുടെ ഒരു ഇതിനു വേണ്ടി എന്താണ് ഡെബിയനെ ബാക്കിയുള്ള എന്താ പറയാ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അല്ലെങ്കിൽ ഡെബിയൻ GNU/Linux എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ, ഡെബിയൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒക്കെ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്നൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമോ പ്രവീണേട്ടാ? ഇപ്പൊ ഡെബിയനകത്ത് ഡെബിയന്റെ ഒരു
ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിയനകത്ത് കംപ്ലീറ്റ്ലി വളണ്ടറി ആണ്. അതായത് ആരും നിങ്ങളെ നിർബന്ധിക്കില്ല. അതേപോലെ തന്നെ ആരും നിങ്ങളോട് ഇന്ന കാര്യം ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ അത് ഈ പറഞ്ഞ പോലെ ആ ഡെബിയനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അത് ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ വേറെ ഒരു സിഇഒ CTO, വേറൊരു മാനേജർ, അല്ലെങ്കിൽ വേറെ ഒരു ബോസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇത് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയില്ല. ഡെബിയനകത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്താണ് ഡെബിയന്റെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ എനിക്ക് ഫെഡോറയിലും ഞാൻ ആദ്യം കുറച്ചൊക്കെ കൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഇപ്പൊ റെഡ് ഹാറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ അതിനകത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ വന്നപ്പോഴാണ് അതിനകത്തുള്ള ഒരു ഫെഡോറയിലെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഉബുണ്ടുവിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കൂടുതൽ ഡെബിയനിലേക്ക് അട്രാക്ട് ചെയ്തത്. ഉബുണ്ടുവിൽ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉബുണ്ടു ഈ പറഞ്ഞ പോലെ ഡെബിയൻ ഫോർക്ക് ചെയ്തിട്ടാണ് ഉബുണ്ടു ക്രിയേറ്റ് ചെയ്തത്. ഡെബിയന്റെ അന്നത്തെ എല്ലാ ആൾറെഡി എക്സിസ്റ്റിംഗ് ഡെബിയൻ പാക്കേജസും ഡെബിയൻ ടൂൾസും പിന്നെ അതിന് പുറമെ ഡെബിയൻ ഡെവലപ്പേഴ്സിനെ കുറെ പേരെ എംപ്ലോയ് ചെയ്തിട്ടാണ് കാനോനിക്കൽ ഉബുണ്ടു സ്റ്റാർട്ട് ചെയ്തത്. അത്രയും കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എല്ലാം അവരെടുത്തു. പക്ഷെ അതിനുശേഷം അവർ പുതിയതായിട്ടൊരു മെച്ചപ്പെട്ട ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞ ഒരു ടൂൾ അവര് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് സോഫ്റ്റ്വെയർ ആയിട്ട് വേറെ ആരുടെടുത്തും ഷെയർ ചെയ്തില്ല. അപ്പൊ ആ സമയത്തൊക്കെ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഡെബിയനകത്താണെങ്കിൽ ഡെബിയൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നതോ അത് ഫ്രീ സോഫ്റ്റ്വെയർ ആയിരിക്കും. അങ്ങനെ പ്രൊപ്പറേറ്റർ ആക്കുന്ന സാധനമില്ല. പിന്നെ എനിക്കൊന്ന് 5 വർഷത്തിനു ശേഷം ഉബുണ്ടു ലോഞ്ച് പാഡിനെ ഫ്രീ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തു. പക്ഷെ ആ സമയത്തേക്ക് ഡെബിയനിലേക്ക് സ്ട്രോങ് ആയി മൂവ് ചെയ്തിരുന്നു. പിന്നെ ഫെഡോറയിലുള്ള വേറൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു മലയാളം ഞാൻ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ടെർമിനലിലും കുറച്ചുകൂടെ മലയാളം സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ അന്ന് ൊന്നും മലയാളം ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അടുത്തായിട്ട് രജീഷിന്റെ ഒരു ബ്ലോഗ് പോസ്റ്റ് കണ്ടായിരുന്നു. KDയുടെ കൺസോളിന്റെ അടുത്ത വെർഷനിൽ മലയാളം ഡിസ്പ്ലേ എല്ലാം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇമാക്സിനകത്ത് ഇമാക്സിന്റെ ടെർമിനൽ മോഡ്, ഇമാക്സ് ഷെല്ല് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മലയാളം നല്ല ഭംഗിയായിട്ട് അത് ഡിസ്പ്ലേ ആവുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഫെഡോറയിൽ ഒരെണ്ണം പ്രൊപ്പോസ് ചെയ്തു. നമ്മള് മലയാളം ഒരാള് ഇപ്പോ ഫെഡോറയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മലയാളം സെലക്ട് ചെയ്യുന്നത് പ്രൈമറി മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇമാക്സിന്റെ ടെർമിനൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് മെനുവിലൊക്കെ കാണിക്കുക. ഇമാക്സ് ടെർമിനൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമാക്സിന്റെ ടെർമിനൽ മോഡ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ കാണിക്കുക എന്നുള്ള ഒരു പ്രൊപ്പോസൽ കൊടുത്തു. അപ്പൊ റെഡാറ്റ് പറഞ്ഞത്, റെഡാറ്റ് എന്ന് വെച്ചാൽ ഫെഡോറയിൽ തന്നെ ഉണ്ടായിരുന്ന റെഡാറ്റിന്റെ ബിസിനസ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിഫാൾട്ട് ആയിട്ട് ആൾറെഡി ഗ്നോം ടെർമിനലാണ് അവർ ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിഫാൾട്ട് ആയിട്ട് ഇമാക്സ് ടെർമിനൽ കൊടുക്കുകയാണ്, അഡീഷണലി ഒരു ടെർമിനലും കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതൊരു എക്സ്ട്രാ കോസ്റ്റ് ആണ് അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഡിഫാൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് റെഡാറ്റിൽ അവർ പറഞ്ഞത്. നേരെ വെച്ച് ഡെബിയനിൽ അത് നമ്മൾ ബഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വേണമെങ്കിൽ ആരെങ്കിലും അത് പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു തടസ്സമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു 2 എക്സ്പീരിയൻസ് ആണ് സ്ട്രോങ് ആയിട്ട് ഡെബിയനിലേക്ക് തന്നെ നമ്മളെ നിർത്തിയത്. കാരണം ഡെബിയനകത്ത് ഇങ്ങനെ വേറെ എക്സ്റ്റേണൽ ആയിട്ട് വേറെ ഒരു ആളും ഇത് തീരുമാനിക്കാനില്ല. ഡെബിയനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ഡെവലപ്പേഴ്സും കൂടെ കളക്റ്റീവായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ്. പിന്നെ അതിനകത്ത് തന്നെ ഡെബിയൻ പറയുന്നുണ്ട് നമ്മള് പ്രിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സും ഫ്രീ സോഫ്റ്റ്വെയറും, ഇത് രണ്ടും പ്രിയോറിറ്റിയാണ്. അപ്പൊ അതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ കമ്മിറ്റ്മെന്റും അതുപോലെ വളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതും അതുപോലെ ഒരു ഡെമോക്രാറ്റിക് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു എത്രയും ഡെബിയനിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ നല്ല ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ പ്രവീണേട്ടനോട് ചോദിക്കുകയാണ്. അതായത് പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ
തുടക്കത്തില് അവര് ഓപ്പൺ സോഴ്സും ഫ്രീ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി അവർ ബോധേഡ് ആയിരിക്കണം? അതോ ഒരു ഇത്തിരി കഴിഞ്ഞ് ഇതിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ കുറച്ച് മെച്യൂർ ആയി കഴിഞ്ഞ് അവർ ഇതേപ്പറ്റി ചെയ്തതോ തുടക്കത്തിൽ അവര് അങ്ങനെ അതിന്റെ ഡിഫറൻസിനെ പറ്റി വലുതായിട്ട് നോക്കാതിരിക്കുന്നതാണോ നല്ലത്? എങ്ങനെയാണ് പ്രവീണേട്ടന്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നു എന്നെയൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രീ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരാനും അതില് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ഒരു മെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് ആ ഫിലോസഫി തന്നെയാണ്. നമ്മൾ കളക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യുന്നു, നമ്മൾ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ തന്നെ സോഫ്റ്റ്വെയർസും അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ബിൽഡ് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ആ ഒരു സ്പിരിറ്റാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി, ആ സ്പിരിറ്റ് തന്നെ എന്താ പറയുക, അത് സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഇൻവോൾവ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ. വെറുതെ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബസ് വേർഡ്, ആൾക്കാർ ജോലി കിട്ടാനായിട്ട് ഒക്കെ ജസ്റ്റ് ആൾക്കാർ ഇതിലേക്ക് വരും. പക്ഷെ അതൊരു സസ്റ്റെയിൻ ചെയ്ത് പോകാനും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മറന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണം, അത് നമ്മൾ എംഫസൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യ സമയത്ത് നമ്മൾ വരുമ്പോ അത്ര ഒരു ഇതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഫോസ് ബി എന്നൊക്കെയുള്ള ഒരു പേരിട്ടത്. എനിക്കൊന്ന് ഇപ്പോഴായിരുന്നെങ്കിൽ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ളത് തന്നെ നമ്മൾ എംഫസൈസ് പറയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയെങ്കിലും നമ്മൾ അതിന്റെ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഫോഴ്സ് കമ്മ്യൂണിറ്റി ഇന്ത്യ എന്നുള്ള നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു റീനെയിം നമ്മൾ ചെയ്തത്. കാരണം ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഫിലോസഫി എംഫസിസ് വരുള്ളൂ. അതിന്റെ ഫിലോസഫി ഉണ്ടെങ്കിലേ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അതിനകത്ത് ഫീച്ചർ മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു തോട്ട് നമുക്ക് വരത്തുള്ളൂ. അല്ലെ പുതിയതായിട്ട് ഇപ്പൊ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു തോട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് ഫിലോസഫി അത്രയും സ്ട്രോങ് ആയിട്ട് എംഫസൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ പ്രവീണേട്ടാ, അപ്പൊ അതേപോലെ തന്നെ വേറൊരു ചോദ്യം വരുന്നതാണ്. അപ്പോൾ എന്താ പറയാ, ഫ്രീ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് മിക്കവാറും ക്രൗഡ് ഫണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിനെ ബേസ് കൊണ്ടാണ് അവരുടെ എന്താ പറയാ പല ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിൽ എങ്ങനെയാണ് എന്താ പറയാ സ്റ്റുഡൻസ് ഒരു ജോബ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജോബ് ഹണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എനിക്കൊന്ന് ക്രൗഡ് ഫണ്ടിങ് മാത്രമൊന്നുമല്ല. ഇപ്പൊ നേരത്തെ ഇപ്പൊ റെഡാറ്റിൽ ഞാൻ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞത്, റെഡാറ്റ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ കമ്പനിയാണ്, അത് ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കാനോനിക്കൽ, ഇതുപോലെ ഒത്തിരി ഫ്രീ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രീ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യാനായിട്ട് ആളുകളെ വേണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇൻഫോസിസ്, വിപ്രോ, IBM മുതലായ കമ്പനികൾക്ക് നേരത്തെ HP ഓപ്പൺ സോഴ്സ് മിഡിൽ വെയർ ടീമിലെ കൺസൾട്ടന്റ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് എല്ലാം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഫ്രീ സോഫ്റ്റ്വെയറിലെ നമ്മുടെ ഒരു എക്സ്പോഷറും എന്താ പറയാ അതിനകത്ത് നമ്മൾ കോഡ് ചെയ്യും, നമ്മുടെ കൺട്രിബ്യൂഷൻസ് നമ്മളിപ്പോ റെസ്യൂമിൽ അത് കാണിക്കാനും നമ്മുടെ തന്നെ സ്കിൽസും നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇതെല്ലാം സ്റ്റുഡൻസിന് എന്തായാലും അത് ബെനിഫിറ്റ് തന്നെയാണ്. നമ്മൾ ഫിലോസഫിയാണ് മെയിൻ ആയിട്ട് പറയുന്നെങ്കിലും ഇപ്പൊ ഫിലോസഫിക്കലി താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇതിനകത്തൊരു സ്കില്ല് നമ്മുടെ ഒരു കരിയർ ഇതെന്തായാലും ഒരു ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ്. ഇനിയിപ്പോ ഫ്രീ സോഫ്റ്റ്വെയറിൽ അല്ല ജോലിയെങ്കിൽ പോലും ബാക്കിയുള്ള സോഫ്റ്റ്വെയർ മേഖലയിലെ ജോലികൾക്കും ഈ ഫ്രീ സോഫ്റ്റ്വെയറിലെ എക്സ്പെർട്ടീസ് ഒരു ഹെൽപ്പ് തന്നെ ആയിരിക്കും. പിന്നെ ക്രൗഡ് ഫണ്ടിങ് ഇതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. സോഫ്റ്റ്വെയർ തന്നെ വർക്ക് ചെയ്യണം താല്പര്യമുള്ളവർക്ക് കുറെ കമ്പനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ പ്രവീണേട്ട, ഡെബിയനിലേക്ക് പുതിയ മെയിൻറ്റെയിനേഴ്സ് എപ്പോഴും വെൽക്കം ആണ്. എപ്പോഴും പുതിയ ആൾക്കാര് ഡെബിയനിലേക്ക് വെൽക്കം ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പുതിയ ആൾക്കാരെ വേണം. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഡെബിയൻ പ്രോജക്റ്റിലേക്ക് എന്താ പറയാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡെബിയനിലേക്ക് പല
രീതിയിലുള്ള കൺട്രിബ്യൂഷൻസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ട് ഉള്ള കൺട്രിബ്യൂഷൻസ് ഉണ്ട്, നോൺ ടെക്നിക്കലായിട്ടുള്ള കൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കൺട്രിബ്യൂഷൻ ആയിരുന്നില്ല. ഇപ്പൊ മലയാളം ട്രാൻസ്ലേഷൻ, ഡെബിയൻ ഇൻസ്റ്റാളറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വഴിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ട്രാൻസ്ലേഷൻ ഒരു നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ ഡെബിയൻ ഇൻസ്റ്റാളറിന്റെ ട്രാൻസ്ലേഷൻ, അതുപോലെ ഡെബിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, സിനാപ്റ്റിക്, വെബ്സൈറ്റ്, ഡെബിയന്റെ റിലീസ് നോട്ട്സ്, ഡെബിയൻ വിക്കി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡെബിയൻ പാക്കേജ് ഡിസ്ക്രിപ്ഷൻസ്, അങ്ങനെ ഒത്തിരി ഡെബിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല രീതിയിൽ അത് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ഡെബിയൻ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ ഡെബിയൻ പരിചയപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ ഡെബിയൻ റിലീസ് പാർട്ടീസ് ഒക്കെ നമ്മൾ പല ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഡെബിയൻ ഇൻസ്റ്റാൾ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം ഡെബിയനിലേക്കുള്ള കൺട്രിബ്യൂഷൻ ആണ്. പിന്നെ ഇനി ടെക്നിക്കലായിട്ട് കൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രോഗ്രാമിംഗ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ പല ഡെബിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസുകളും എന്താ പറയാ സർവീസുകളെല്ലാം ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡെബിയൻ സിനാപ്റ്റിക് അല്ലെങ്കിൽ ആപ്റ്റ്, DPKG, പിന്നെ ഇതുപോലെ ജെം ടു ഡബ്, NPM ടു ഡബ് എന്നൊക്കെ പറഞ്ഞ ഡെബിയൻ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. പിന്നെ ഡെബിയനകത്ത് ഡെബിയൻ ബഗ് ട്രാക്കർ, ഡെബിയനകത്ത് ഡെബിയൻ പാക്കേജ് ട്രാക്കർ, പിന്നെ എന്താ പറയാ ഡെബിയൻ ആർക്കൈവ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിയനിലേക്ക് പാക്കേജ് അപ്ലോഡ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ആക്സസ് വെരിഫൈ ചെയ്യുന്നത്, അതിന്റെ മൊത്തം ഡെബിയൻ ആർക്കൈവ് മാനേജ് ചെയ്യുന്നത്, പിന്നെ എന്താ പറയാ ഡെബിയൻ പാക്കേജിന്റെ ക്യാഷ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്പ് ക്യാഷർ NG, പിന്നെ ഡെബിയൻ ക്ലീൻ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന SBuild, ഇങ്ങനെ ഒത്തിരി ടൂൾസുകളും പ്രോസസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പൊ പ്രോഗ്രാമിംഗ് താല്പര്യമുള്ളവർക്ക് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണോ നിങ്ങൾ പ്രൊഫഷ്യൻ്റ് ആയിട്ടുള്ളത്, അപ്പൊ അതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏതാണോ നിങ്ങളുടെ താല്പര്യമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡെബിയൻ ടൂൾസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാം. അത് പറഞ്ഞ wiki.debian.org wiki.debian.org/teams ടീംസ് എന്ന് പറഞ്ഞ വിക്കി പേജ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഡെബിയൻ ടീംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതെല്ലാം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഡെബിയൻ പാക്കേജിംഗ് എന്ന് പറഞ്ഞ് പല സോഫ്റ്റ്വെയർസിന്റെ ഡെബിയൻ പാക്കേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് നേരത്തെ ഡാഷ്പറ, ഗിറ്റ് ലാബ്, ഈ രണ്ട് സോഫ്റ്റ്വെയർ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് റൂബി ഓൺ റെയിൽസ്, പിന്നെ Node.js, ഗോലാങ്, ഈ 3 ലാംഗ്വേജസിലുള്ള ലൈബ്രറീസും ടൂൾസും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും പാക്കേജ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലാംഗ്വേജസിലെ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ മെന്റർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല വേറെ ലാംഗ്വേജസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് ആ ലാംഗ്വേജ് ടീമിന്റെ എന്താ പറയുക IRC ചാനൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള പാക്കേജിങ്ങിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടും. ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് പാക്കേജിങ് പഠിക്കാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ Node.js, റൂബിയോ, ഗോലോങ്ങോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ പാക്കേജിങ്ങിന്റെ ഐഡിയാസും കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസും ഇഷ്ടമുള്ള സോഫ്റ്റ്വെയറും പാക്കേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. അത് ഡെബിയനകത്ത് പല സർവീസുകൾ ഡെബിയൻ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ബഗ് ട്രാക്കിംഗ്, ഡെബിയൻ മെയിലിംഗ് ലിസ്റ്റുകൾ, പിന്നെ ഡെബിയൻ ആർക്കൈവ്, ഡെബിയൻ വിക്കി, അപ്പം ഇങ്ങനെയുള്ള സർവീസുകൾ മാനേജ് ചെയ്യാനായിട്ട് ഡെബിയനിലെ ഗിറ്റ് ഹോസ്റ്റിംഗ്, ഗിറ്റ് ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഡെബിയൻ ഗിറ്റ് ഹോസ്റ്റിംഗ്, അപ്പം ഇങ്ങനെയുള്ള സർവീസുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഡെബിയന്റെ എല്ലാ വർഷവും ഒരു ഡെബിയൻ കോൺഫറൻസ് നടക്കും. ഡെബ്കോൺഫ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണലി എല്ലാ ഡെബിയൻ ഡെവലപ്പേഴ്സും ഒരുമിച്ച് വരുന്ന ഒരു യൂഷ്വലി 2 weeks ലോങ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് അത് നടക്കാറ്.
ആദ്യം കഴിഞ്ഞ തവണ ബ്രസീലിലായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിന്ന് 7-8 പേരെങ്ങാണ്ട് അറ്റൻഡ് ചെയ്തിരുന്നു. അതിങ്ങനെ ഓരോ വർഷവും ഓരോ പല പല സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ ഓരോ സിറ്റി നമ്മൾ അടുത്ത വർഷത്തെ കോൺഫറൻസിന് വേണ്ടി ബിഡ് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ടീമിനെ പറ്റി എല്ലാം നമ്മൾ ഒരു ബിഡ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ കൊച്ചിക്ക് വേണ്ടിയാണ് നമ്മൾ ബിഡ് പ്രിപ്പയർ ചെയ്തത്. 2022 അപ്പോ ഡെബിയൻ കോൺഫറൻസ് ഇന്ത്യയിൽ നടത്താന്നുള്ള രീതിയിൽ ഡെബ്കോൺ കമ്മിറ്റി നമ്മുടെ ബിഡ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ 2022 ഡെബിയൻ കോൺഫറൻസ് ഇന്ത്യയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ കൊച്ചിയാണ് നമ്മൾ ഇനിഷ്യലി ബിഡ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ 2 വർഷം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ 2021 വേണ്ടിയാണ് നമ്മൾ ബിഡ് ചെയ്തത്. പക്ഷെ 2021 അവർക്ക് യൂറോപ്പിൽ ചെയ്താൽ കൊള്ളായിരുന്നു എന്നുള്ളത് കൊണ്ട് കൊസോവോ അവർ സെലക്ട് ചെയ്തു. പിന്നെ നമ്മളെ ബിഡ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളെ റിജക്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അവർ നിങ്ങൾ 22 ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ 2 വർഷം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വേറെ വെന്യൂസും കൂടെ നോക്കാം. അല്ലെങ്കിൽ കൊച്ചി ആയിരിക്കും. ഇപ്പൊ കൊച്ചിയിൽ നമ്മൾ നോക്കിയത് എനിക്ക് തോന്നുന്നു അബാദ് പ്ലാസയും അതിനടുത്തുള്ള ഹോട്ടൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. എനിക്കൊന്ന് കോളേജുകളൊക്കെ ആവുമ്പോൾ അതിനകത്ത്, കാരണം ഡെബിയൻ കോൺഫറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടിപ്പിക്കൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് കോട്ടും സ്യൂട്ടും ഇട്ട് ആൾക്കാർ വന്ന് ടോക്ക് നടത്തുന്ന ആ ഒരു സ്റ്റൈൽ കോൺഫറൻസ് അല്ല. ചിലത് ഈ പറഞ്ഞ പോലെ നമ്മള് എന്താ പറയാ ട്രൗസർ ആയിരിക്കും, ബർമുഡ ആയിരിക്കും, കളറെല്ലാം തലയെല്ലാം കളർ അടിച്ചിട്ടായിരിക്കും, പല ടൈപ്പ് ആൾക്കാരായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അത് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോട്ടൽ ഒക്കെ ഒരു വെന്യൂ ആയിട്ട് എടുത്തത്. കാരണം ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റി അത്രയും ഓപ്പൺ കൾച്ചർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും കോളേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പൊ ഇനിയൊന്ന് ഹോട്ടൽസ് ആയിരിക്കും നമുക്ക് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അബാദ് പ്ലാസയാണ് കറന്റ് ആയിട്ട്. അബാദ് പ്ലാസയും അതിന്റെ അടുത്തുള്ള നമുക്ക് യൂഷ്വലി 3 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെയാണ് ഒരു ഡെബിയന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഇതിൽ വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫറൻസ് നടത്താനും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രത്യേകിച്ച് നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേണം. കാരണം ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് 2 വീക്ക് ലോങ് നമ്മൾ നടത്തുക എന്ന് പറയുമ്പോൾ ഒത്തിരി വർക്കാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ FSCA പറ്റി കുറച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, നമ്മള് ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഫോസ് കമ്മ്യൂണിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഒരു വിക്കി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നു ഇലക്സ് ബാംഗ്ലൂരിലേക്ക് FSF ഫ്രണ്ട്സ് മെയിലിംഗ് ലിസ്റ്റ് നിന്ന് കുറെ മെയിലുകളെല്ലാം ഫോർവേഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിൽ എല്ലാ മെയിലും ഇവിടേക്ക് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് താല്പര്യമുള്ളവർ അതിനകത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ഫ്ലെയിം വാർ ഒക്കെ തുടങ്ങിയപ്പോ എന്നാ ശരി നമുക്ക് നമ്മുടെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഈ ഫോസ് കമ്മ്യൂണിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അന്ന് wikia.com എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമ്മി വെയിൽസിന്റെ വിക്കിപീഡിയയുടെ ഫൗണ്ടർ ആയിരുന്ന ജിമ്മി വെയിൽസിന്റെ ഒരു എന്താ പറയാ wikia.com എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. വിക്കിപീഡിയ അല്ലാതെ ഏത് കാര്യത്തിന് ഏത് കമ്മ്യൂണിറ്റീസിനും അവരുടെ വിക്കി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഫോസ് കമ്മ്യൂണിറ്റി ഇന്ത്യ, എനിക്കൊന്ന് FCI.wikia.com എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനകത്തുള്ള ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല കമ്മ്യൂണിറ്റീസിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അതുപോലെ ഇവന്റ്സിന്റെ ഡോക്യുമെന്റ് ചെയ്യുക, അങ്ങനെ ഒരു റിസോഴ്സ് ആയിട്ടാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്കൊന്ന് അന്ന് ജിമ്മി വെയിൽസ് ഇന്ത്യയിൽ വന്നപ്പോ നമ്മൾ മീറ്റ് ചെയ്യുമെല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ വിക്കിപീഡിയയിൽ അധികം കൺട്രിബ്യൂട്ട് ചെയ്യാറില്ല, പക്ഷെ വിക്കിയ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ അന്ന് ഇൻവൈറ്റ് ചെയ്തു മീറ്റിങ്ങിലേക്ക്. അങ്ങനെ ജിമ്മി വെയിൽസ് ആയിട്ടെല്ലാം മീറ്റ് ചെയ്തു. പിന്നെ അപ്പൊ വിക്കിയ എന്നുള്ള വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ശരി മീഡിയയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മള് FOSScommunity.in എന്ന് പറഞ്ഞിട്ട് ഒരു ഡൊമൈനിലേക്ക് ഇതേ വിക്കിയിൽ ഉണ്ടായിരുന്ന വിക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ FOSScommunity.in എന്ന് പറഞ്ഞിട്ട് ഒരു വിക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതായിരുന്നു കുറെ കാലം. അതിനകത്ത് നമ്മള് ഈ പറഞ്ഞ ഡെബിയന്റെ ഈവന്റ്സ്, SMCയുടെ ഇനീഷ്യലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കോർഡിനേഷൻസ്,
SMCക്ക് വിക്കി തുടങ്ങുന്നതിന് മുന്നേ പല ടീംസിന്റെ കൊളാബറേഷൻ ഇതെല്ലാം നമ്മൾ ആ വിക്കി വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റുമായിട്ട് സ്ട്രോങ്ലി അലൈൻ ചെയ്യണം, വാല്യൂസ് ഫിലോസഫി സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പേര് നമ്മൾ കുറച്ചും കൂടെ ഫിലോസഫി മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഡിസ്കഷൻസ് നടന്നു. എന്നിട്ട് അതിനകത്ത് ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, പിന്നെ ലിബറേ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, മുക്ത് സോഫ്റ്റ്വെയർ, ഇങ്ങനെ കുറെ നമ്മൾ സജഷൻസ് എല്ലാം വന്നു. അവസാനം ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പേരിലേക്ക് വരികയും FSCI.org.in എന്ന് പറഞ്ഞ ഒരു ഡൊമൈൻ അന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ നമുക്ക് FSCA.in എന്ന് പറഞ്ഞ ഡൊമൈനും അന്ന് നമ്മൾ അവൈലബിൾ ആയിരുന്നില്ല. പിന്നീട് നമുക്ക് FSCA.in എന്ന് പറഞ്ഞ ഡൊമൈൻ കിട്ടി. അപ്പൊ നമ്മൾ FSCA.in എന്ന് പറഞ്ഞ ഡൊമൈനാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതായിരുന്നു നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ സർവീസസ്, ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് സർവീസസ് മാനേജ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയാസ്പൊറ ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ Podery.com എന്ന് പറഞ്ഞ ഒരു ഡയസ്പൊറ പോഡ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഡയസ്പൊറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ join-diaspora.com എന്ന് പറഞ്ഞ ഒരു പോഡായിരുന്നു ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഡയസ്പൊറ ഡെവലപ്പേഴ്സ് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് dias.org എന്ന് പറഞ്ഞ ഒരു പോഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്കൊന്ന് മൂന്നാമത് നാലാമതൊക്കെ ആയിട്ടാണ് Podery.com എന്ന് പറഞ്ഞ ഒരു പോഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഡെബിയന്റെ മിനി ഡെബ്കോൺഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെബിയന്റെ ഹാൻഡിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കുറെ മിനി ഡെബ്കോൺഫിന്റെ ഫോട്ടോസും ഇതെല്ലാം നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് അതിന്റെ പോഡിന്റെ അഡ്മിൻ ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ജോ ബിവിൻസ് എന്ന് പറഞ്ഞ ഫ്ലോറിഡയിൽ താമസിക്കുന്ന കക്ഷി. പുള്ളി പറഞ്ഞത് Podery.com ഇനിയിപ്പോ എനിക്കൊന്ന് പുള്ളി അന്ന് ഡാസ്പൊറ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടി പോഡെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത്ര അങ്ങ് പോപ്പുലർ ആയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇനി എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യ, ഞാൻ ഇത് പോഡ് ഷട്ട് ഡൗൺ ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എന്നാ ശരി നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിയോട് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ശരി നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് എല്ലാം തരാം, ഇനി നിങ്ങൾ മാനേജ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി നമുക്ക് ആക്സസ് ചെയ്യാൻ റെഡിയായി. അപ്പൊ അതിനുവേണ്ടി സെർവർ കോസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രൗഡ് ഫണ്ട് ചെയ്തു. ഓക്കെ, Podery.com നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്ത് റൺ ചെയ്യാൻ പോവാണ്. അപ്പൊ അതില് താല്പര്യമുള്ളവര് കൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ക്രൗഡ് ഫണ്ട് ചെയ്തു. നമ്മൾ കുറെ ഫണ്ട്സ് നമ്മൾ അന്ന് റൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ Podery.comന്റെ ആക്സസ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ Podery.com മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം നമുക്കൊരു മീഡിയ വിക്കി ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ Podery.comലെ ഡയസ്പൊറ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അതിനുശേഷം ഓക്കെ നമുക്ക് ചാറ്റും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് XMPP ബേസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എനിക്കൊന്ന് ഗിറ്റ്ലാബ് ഡയസ്പൊറ പാക്കേജിന്റെ ഒപ്പം തന്നെ ഗിറ്റ്ലാബ് പാക്കേജ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് തുടങ്ങിയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഗിറ്റ്ലാബ് ഇൻസ്റ്റൻസ് സ്വന്തമായിട്ട് റൺ ചെയ്തു. കാരണം GitLab.comല് ഗിറ്റ്ലാബിന്റെ എന്റർപ്രൈസ് എഡീഷൻ ആണ് റൺ ചെയ്യുന്നത്. അതിനകത്ത് അവര് കുറച്ച് പ്രൊപ്രൈറ്ററി പാർട്സ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഗിറ്റ് ഹോസ്റ്റിംഗ് വേണം എന്നുള്ള ഒരു താല്പര്യം വന്നപ്പോൾ ഗിറ്റ്ലാബിന്റെ കമ്മ്യൂണിറ്റി എഡീഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ git.fosscommunity.in എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോഴും ആക്റ്റീവായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് മെട്രിക്സ് പോപ്പുലർ ആയിരുന്ന സമയത്ത് നമ്മൾ എന്നാൽ ശരി മെട്രിക്സും കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡയസ്പൊറയും മെട്രിക്സും തമ്മിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കഥയാണ്. നമ്മൾ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ എന്താ പറയാ മലപ്പുറം ജില്ലയിലെ കാളികാവ് താമസിക്കുന്ന ഷാമിൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഈ മെട്രിക്സിന്റെ സിനാപ്സ് എന്ന് പറഞ്ഞ സെർവറിൽ ഡയാസ്പൊറയുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ഓതന്റിക്കേറ്റ് ചെയ്യാനുള്ള പ്ലഗിൻ അവൻ എഴുതുന്നത്. അത് നമ്മൾ അന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം XMPP ചാറ്റ് ഉണ്ട്, എന്നാൽ മെട്രിക്സ് വന്നപ്പോൾ മെട്രിക്സും കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പലയിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിന് പൈത്തൺ അത്ര പേര് അറിയുന്ന കുറെ പേര് അന്ന് എന്നൊക്കെ താല്പര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെ ആക്റ്റീവായി ചെയ്യാൻ പറ്റിയില്ല. ഇവൻ എനിക്കൊന്നു ഒരു ദിവസം കൊണ്ട് എങ്ങാണ്ട് അവൻ ഇതിന്റെ പ്ലഗിൻ കോഡ് എഴുതി. എന്നിട്ട് അവനോട് വെച്ച് നമുക്കിപ്പോ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്. പിന്നെ ഏതാനും മണിക്കൂറെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇപ്പൊ എല്ലാം റെഡിയാണ്, നമ്മള് ഇത് പ്രൊഡക്ഷൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോഡറിയില് സിനാപ്സയും ഡയസ്പൊറയും കൂടെ കണക്ട് ചെയ്തു. അപ്പൊ ഡയസ്പൊറ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഡയസ്പൊറയും XMPPയും
പിന്നെ മെട്രിക്സിലെയും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വന്നു. അപ്പൊ ഇങ്ങനെ ഓരോ പല സർവീസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒരു എന്താ പറയുക ജിപ്സിയുടെ ഒരു ഇൻസ്റ്റൻസും നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു 2 months നമ്മൾ ട്രയൽ ബേസിസിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അത് യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ബേസിക്കലി ഓരോ സർവീസ് നമ്മൾ റൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഓക്കെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റൻസ് റൺ ചെയ്യണം എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റോട് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ FSCയുടെ സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് കൂടുതൽ വളണ്ടിയേഴ്സിനെ വേണം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സർവീസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെട്രിക്സ് ഗ്രൂപ്പും പിന്നെ നമ്മൾ കോഡിമ.in എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഡിസ്കഷൻ ഫോറം, അതുപോലെ കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ലൂമിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അത് നമ്മൾ സെൽഫ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇനിഷ്യലി നമ്മൾ lumio.org തന്നെ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്തതായിരുന്നു. പിന്നീട് അവര് ചില ഫീച്ചേഴ്സ് എല്ലാം പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിന് മാത്രമായി ലിമിറ്റ് ചെയ്തു. ഉദാഹരണത്തിന് പുതിയ സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പെയ്ഡ് ഹോസ്റ്റിംഗിലെ ഓപ്ഷനുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും സെൽഫ് ഹോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അത് അഖിലും അമ്പാടിയും ചേർന്നാണ് സെറ്റപ്പ് ചെയ്ത. ശ്യാമും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അത് കോഡിമ.in എന്ന് പറഞ്ഞ ആ ഒരു സെൽഫ് ഹോസ്റ്റഡ് ലൂമിയോ ഇൻസ്റ്റൻസിലാണ് നമ്മൾ ഡിസ്കഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെട്രിക്സ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൂമിയോ ഗ്രൂപ്പിലോ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതുപോലെ സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വളണ്ടിയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്ര സിസ്റ്റഡ്മിൻ സ്കില്ലോ എക്സ്പെർട്ടീസോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളത് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യാനും അതിൻ്റെ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അതിൻ്റെ കോഴ്സുകളോ അല്ലെങ്കിൽ ആ രീതിയിൽ മെൻറ്റർ ചെയ്യാനോ നമ്മൾ റെഡിയാണ്. നിങ്ങൾക്കൊരു പഠിക്കാനും അത് കൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതാണ് പ്രൈമറി. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പല സ്കിൽസും നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് നമ്മൾ പഠിപ്പിക്കാനായിട്ടും മെൻറ്റർ ചെയ്യാനായിട്ടും നമ്മൾ റെഡിയാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത ചോദിക്കാൻ പോകുന്നത് ഫോൾഡറെ പറ്റിയായിരുന്നു. പക്ഷെ അതിപ്പോ ഏതായാലും പ്രവീണേട്ടൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അസ്ഥിതിക്ക് കമ്മ്യൂണിറ്റിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഏതായാലും അതിലേക്ക് പോവാണ്. ഈ ആദ്യത്തെ ചോദ്യം പ്രവീണേട്ടന് വളരെ ഇഷ്ടപ്പെടും. ഡെബിയനിൽ എല്ലാ NPM പാക്കേജസും പാക്കേജ് ചെയ്ത് സൈസ് കൂട്ടുന്നതൊക്കെ ഒരു പ്രോബ്ലം അല്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം. പ്രവീണേട്ടന് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് NPMലെ എല്ലാ പാക്കേജും നമ്മള് ഡെബിയനിൽ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസും ആയിരിക്കത്തില്ല. നമ്മളിപ്പോ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് NPMല് അവരുടെ പാക്കേജസ് അല്ലെങ്കിൽ npm.js.com നോഡ് ഡെവലപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന പാക്കേജസ് യൂഷ്വലി Node.js ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിൻസ് ഡെവോപ്സിന് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഓറിയന്റേഷനിലൂടെയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഡെബിയനകത്തുള്ള നമ്മുടെ ഓറിയന്റേഷൻ എൻഡ് യൂസേഴ്സിന് ഈ സോഫ്റ്റ്വെയർസ് എല്ലാം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള ഒരു ഓറിയന്റേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ നോഡ് ഡെവലപ്പേഴ്സിന് NPM അവർക്ക് നാച്ചുറലി അതൊരു ആൾറെഡി അവര് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അവർക്ക് അതൊരു വലിയ പ്രയാസമായി തോന്നില്ല. പക്ഷെ ഒരു എൻഡ് യൂസർക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ നോഡ് ആദ്യം NPM പഠിക്കണം, റൂബി ഉള്ളവർക്ക് റൂബി ജംസ് ബണ്ട്ലർ പഠിക്കണം, ഗോലാങ്ങിന് അവരുടെ ടൂള് പഠിക്കണം. ഇങ്ങനെ ഓരോരോ ലാംഗ്വേജസിനും അവരവരുടെ ടൂളും അവരവരുടെ പാക്കേജ് മാനേജറും അവരവരുടെ പ്രോസസ്സും ഇതെല്ലാം പഠിക്കണം എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് അത് കൺവീനിയന്റ് അല്ല. നമുക്ക് ഡെബിയനകത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സോഫ്റ്റ്വെയർസും ആപ്റ്റ് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ സിനാപ്റ്റിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാനേജറിൽ പോയിട്ട് സോഫ്റ്റ്വെയർ സെന്ററിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഏത് ലാംഗ്വേജിലാണെന്നോ അവർ എവിടെയാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് ആ ഒരു യൂണിഫോം ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് ഏത് സോഫ്റ്റ്വെയർ ആയാലും നിങ്ങൾക്ക് ഒറ്റ ആപ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. അതിനകത്ത് കോൺഫിഗർ ചെയ്യാനും എല്ലാം യൂണിഫോം ആയിട്ടുള്ള, നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, അത് നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ നോഡ് പാക്കേജസും നമ്മൾ ഡെബിയനിലേക്ക് ചേർക്കില്ല. നമ്മളിപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ ഗിറ്റ് ലാബ്
അല്ലെങ്കിൽ ഡയാസ്പൊറ, ഇതൊരു എൻഡ് യൂസർ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഗിറ്റ് ലാബ് ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ സെർവറിൽ ആപ്റ്റ് ഇൻസ്റ്റാൾ ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ് ലാബ് ഇൻസ്റ്റൻസ് നിങ്ങളുടെ സെർവറിൽ സെറ്റ് ആയി. വേറെ ഒരു സിസ് അഡ്മിൻ എന്താ പറയുക കോൺഫിഗറേഷൻ ഫയൽസോ ഡാറ്റാബേസ് മാനേജ്മെന്റോ കമാൻഡ് ലൈൻസ് ആണോ ഒന്നും അറിയാത്ത ഒരാൾക്കും ഒരു നോർമലി ഡെബിയൻ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഗിറ്റ് ലാബ് ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ ആപ്റ്റ് ഇൻസ്റ്റാൾ ഗിറ്റ് ലാബ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ് ലാബ് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഗിറ്റ് ലാബിൽ യൂസ് ചെയ്തിട്ടുള്ള നോഡ് മൊഡ്യൂൾസ് മാത്രമേ നമ്മൾ ഡെബിയനിലേക്ക് പാക്കേജ് ചെയ്യൂ. ഇതേപോലെ തന്നെ എൻഡ് യൂസറിന് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഗിറ്റ് ലാബ് ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ ഡാസ്പൊറ വേറെ സോഫ്റ്റ്വെയർ ആണ്. റെയിൻ ലൂപ്പ് വേറെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതുപോലെ ആ സോഫ്റ്റ്വെയർസിന് വേണ്ട മൊഡ്യൂൾസ് മാത്രമേ പാക്കേജ് ചെയ്യൂ. പിന്നെ അതല്ലെങ്കിൽ നോഡ് ഡെവലപ്പേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള NPM ഇറ്റ്സെൽഫ് അത് ഡെബിയൻ പാക്കേജ് ആണ്. അപ്പൊ ആപ്റ്റ് ഇൻസ്റ്റാൾ NPM എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NPM ഇൻസ്റ്റാൾ ആയി, അല്ലെങ്കിൽ ആപ്റ്റ് ഇൻസ്റ്റാൾ യാൺ പാക്കേജ് എന്ന് അടിച്ചാൽ യാൺ നിങ്ങൾക്ക് കിട്ടും. അതായത് എൻഡ് യൂസർ ടാർഗറ്റഡ് ടൂൾസും അല്ലെങ്കിൽ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസും അതിന് വേണ്ട ഡിപ്പെൻഡൻസീസ് ആയിട്ടുള്ള മൊഡ്യൂൾസ് മാത്രമാണ് നമ്മൾ പാക്കേജ് ചെയ്യുന്നത്. അല്ലാതെ മുഴുവൻ NPM മൊഡ്യൂൾസ് നമ്മൾ പാക്കേജ് ചെയ്യുന്നില്ല. ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, എല്ലാവരും NPM ഉപയോഗിച്ചാൽ പോരെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 100 കണക്കിന് ഡിസ്ട്രോ ഉണ്ട്, അപ്പം എല്ലാ ഡിസ്ട്രോയും അവരവരുടെ വേർഷൻ നോട്ട് പാക്കേജസും ജെംസും എല്ലാം പാക്കേജ് ചെയ്യുന്നതിൽ ഒരു ലോജിക്കലായിട്ടൊരു ഇത് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരാം. അപ്പൊ അതിനും കൂടി ഒരു ഉത്തരം പ്രവീണേട്ടൻ പറയാമോ? ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെബിയന്റെ ആ ഒരു യൂണിഫോം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസും പ്രോസസ്സുകളായി. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഡെബിയൻ അവൈലബിൾ ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയറും ആപ്റ്റ് ഇൻസ്റ്റാൾ ആ പാക്കേജ് നെയിം എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. പിന്നെ അതിന് പുറമെ ആപ്റ്റ് സോഴ്സ് പാക്കേജ് നെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് കിട്ടും. ആപ്റ്റ് സോഴ്സ് -b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഴ്സ് ഡൗൺലോഡ് ചെയ്ത് ബിൽഡ് ആവും. ആ സോഴ്സ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പാച്ച് ചെയ്യണമെങ്കിൽ ക്വിൽറ്റ് ഉപയോഗിച്ച്, അതായത് ഒരേ കമാൻഡ്സ് ഉപയോഗിച്ച് ലോകത്തിലെ ഏത് ലാംഗ്വേജസിലുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും. അതൊരു ഭയങ്കര എംപവറിങ് സാധനമാണ്. പിന്നെ അതിന് പുറമെ ഡെബിയന്റെ ആ ഒരു റിവ്യൂ പ്രോസസ്സ്, ഡെബിയന്റെ ആർക്കൈവിനുള്ള ക്വാളിറ്റി ചെക്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ പാക്കേജസും ഫ്രം സോഴ്സ് ബിൽഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒറ്റ ബൈനറി അപ്ലോഡ്സും ഇല്ല. അപ്പൊ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ NPM-നകത്തൊക്കെയാണ് ആ ഡെവലപ്പറാണ് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ബൈനറീസ് അപ്ലോഡ് ചെയ്യുന്നത്. നേരെ വെച്ച് ഡെബിയനകത്ത് സോഴ്സ് കോഡ് അപ്ലോഡ് ചെയ്ത് സോഴ്സ് കോഡ് ഡെബിയൻ ആണ് അത് ബിൽഡ് ചെയ്തിട്ട് ബൈനറി പാക്കേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റീപ്രൊഡ്യൂസിബിൾ ബിൽഡ്സ് എന്നൊക്കെ പറഞ്ഞ ഡെബിയന്റെ പ്രോജക്റ്റിൽ ഇപ്പോൾ ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 90 ആണോ 96 ആണോ നമ്മൾ 100% ആവാനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി ബിറ്റ് ഐഡന്റിക്കൽ ആയിട്ട് സോഴ്സ് കോഡിന് കറസ്പോണ്ടിങ് ബൈനറീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും NPM-ലോ ബാക്കി ഏത് പാക്കേജ് മാനേജറിലോ അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ സെക്യൂരിറ്റി, അതേപോലെ യൂസേഴ്സിനുള്ള കൺസിസ്റ്റൻസി, ആ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് NPM-ലോ ഇതുവഴി കിട്ടത്തില്ല. കാരണം ഓരോ പാക്കേജ് മാനേജറിനും ഡിഫറെന്റ് കമാൻഡ് ആണ്, ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ്, ഡിഫറെന്റ് രീതികളാണ്. ഇപ്പൊ NPM-ന്റെ തന്നെ വേറെ എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ആരോ ഇതുപോലെ ട്രോജൻ ബൈനറീസ് ഇൻജെക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു, അതിന്റെ ഡെവലപ്പർ ആക്സസ് ഇല്ലായിരുന്നു, എന്നിട്ട് എത്രയോ പേർക്ക് ഇത് അഫക്റ്റ് ആയി. അപ്പൊ അതിനകത്ത് ഫ്രം സോഴ്സ് ബിൽഡ് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു പ്രോസസ്സ് NPM-ന് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ NPM-ന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള പല ഡിഫക്ട്സുകളും നമുക്ക് ഡെബിയൻ പാക്കേജിനകത്ത് ഇല്ല. കാരണം നമ്മൾ ഓരോ ഡെബിയൻ ഡെവലപ്പേഴ്സും അതിന്റെ സോഴ്സ് കോഡാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഡെബിയനകത്ത് പിന്നെ ബിൽഡ് ചെയ്ത് ക്ലീൻ എൻവയോൺമെന്റിൽ ബിൽഡ് ചെയ്തിട്ടാണ് ബൈനറീസ് അപ്ലോഡ് ചെയ്യുന്നത്. അതേ സാധനം തന്നെ വേറൊരാളും വേറെ അതേ ക്ലീൻ എൻവയോൺമെന്റിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ബിറ്റ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ബൈനറി പാക്കേജ് കിട്ടും. അപ്പൊ നമുക്ക് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റും ഈ സോഴ്സ് കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി പാക്കേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് അതിന്റെ സെക്യൂരിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് NPM ഡിപ്പെൻഡൻസി ആയി കഴിഞ്ഞാൽ കിട്ടൂല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലാംഗ്വേജും നിങ്ങൾ ഓരോ പാക്കേജ് മാനേജറും ഡിഫറെന്റ് കമാൻഡ്സും ഡിഫറെന്റ് സാധനങ്ങൾ ചെയ്യണം. പിന്നെ ഉദാഹരണത്തിന് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആപ്റ്റ് ഡിസ്റ്റ് അപ്ഗ്രേഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ആ NPM-ന്റെ ആ പാക്കേജിന് അപ്ഡേറ്റ് നിങ്ങൾ നോക്കണം, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ. അവർ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഡെബിയനകത്ത് വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി ഫിക്സ് ഒരു ലൈബ്രറിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എല്ലാ പാക്കേജസിനും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് റെയിൽസിന് നമ്മളൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഡെബിയനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റ് ലാബിനകത്തും ഡാസ്പറയ്ക്കകത്തും വേറെ ഏതൊക്കെ
എന്താ പറയാ റെഡ്മൈനകത്തും റെയിൽസ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ പാക്കേജ് ആണോ ഡെബിയനകത്തുള്ളത് അതെല്ലാം ഓട്ടോമാറ്റിക് ആ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും. ഇത് നമ്മുടെ ഈ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇവര് ഇപ്പൊ ഗിറ്റ് ലാബ് അവരുടെ പാക്കേജ് അല്ലെങ്കിൽ ഡോക്കർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സും കംപ്ലീറ്റ് ഫ്രം ബോട്ടം അപ്പ് ഏതൊക്കെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വരുന്നുണ്ടെന്ന് ട്രാക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് പുതിയ വേർഷൻസ് ഇറക്കണം. ഒന്നുമില്ലെങ്കിൽ അവർ ചിലപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത് എല്ലാ സ്ഥലത്തും ഡ്യൂപ്ലിക്കേഷൻ വരുവാണ്. ഓരോ ഡോക്കർ കണ്ടെയ്നറും ഇതുപോലെ ഓരോ ആപ്ലിക്കേഷനും ഇത് അപ്ഡേറ്റ് ചെയ്യണം. നേരെ മറിച്ച് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എന്നുള്ള ഒരു പാർട്ട് ഡെബിയനകത്ത് ഷെയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈബ്രറി നമ്മൾ ഒരു തവണ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിയനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനും ആ ഒരു ബെനിഫിറ്റ് കിട്ടും. ആ ഒരു സാധനമൊന്നും ഡോക്കർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അപ്സ്ട്രീമിന്റെ npm ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ വേറൊരു ചോദ്യം വരുന്നത്, ഇപ്പോൾ എന്താ പറയാ, യൂണിവേഴ്സൽ പാക്കേജ് മാനേജേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട് ഒരു സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്ത് എല്ലാ ഡിസ്ട്രിബ്യൂഷനിലും റൺ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് സ്നാപ്സും ഫ്ലാറ്റ് പാക്ക് സ്നാപ്പ് ഇമേജസും. അപ്പം ഇതിനെപ്പറ്റി എന്താണ് ഒരു എന്താ പറയാ ഡെബിയൻ പാക്കേജ് ഉണ്ടാക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രവീണേട്ടന് പറയാനുള്ളത്? എനിക്കൊന്ന് അതിനകത്തൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമല്ല, അതെനിക്കൊന്ന് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് സോഫ്റ്റ്വെയർ വെൻഡേഴ്സും. അപ്പൊ അവർ കൂടുതൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ഒക്കെ അവർക്ക് അങ്ങനെ പാക്കേജ് ചെയ്യാൻ നല്ല താല്പര്യമായിരിക്കും. നമ്മളൊരു പാക്കേജ് ഇറക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും വർക്ക് ചെയ്യുമെങ്കിൽ അപ്പൊ അതിനകത്ത് ഈ പോലെ ഡെബിയനകത്തുള്ള ഡിസ്ട്രോയിലുള്ള ഒരു റിവ്യൂ സോഴ്സ് കോഡിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാധനമോ പല ഇതുപോലെ ഡെബിയനകത്ത് ഡെബിയന്റെ ആ പ്രോസസ്സിനകത്തുള്ള പല സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഡെബിയൻ പോളിസി ആസ്പെക്ട് ഒക്കെ അവിടെ മിസ്സായി പോവാ. ഇത് ഓരോ ഡെവലപ്പേഴ്സ് പല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഈ ഒരു സ്നാപ്പിനകത്തുള്ളത്. അതിനകത്ത് പല വേർഷൻസ് ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, സെക്യൂരിറ്റി ബഗ്സ് ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻകൺസിസ്റ്റന്റ് ആയിട്ടും പിന്നെ അതിനകത്ത് വേറെ ഒരു ഡെബിയന്റെ പോലെയുള്ള ഒരു പോളിസി ചെക്കോ ഫ്രീ സോഫ്റ്റ്വെയർ മാത്രമേ നമ്മൾ ഡെബിയൻ മെയിനിൽ ഇൻക്ലൂഡ് ചെയ്യൂ, ഇങ്ങനെയുള്ള ആ ചെക്ക് എല്ലാം പോവും. വിൻഡോസിന്റെ ആ ഒരു എക്കോസിസ്റ്റം പോലെയുള്ള എവിടുന്ന് VX ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് കംപ്ലീറ്റ് അവിടെ ഇല്ലെങ്കിൽ പോലും പല ഈ ഡെബിയന്റെ പ്രോസസ്സിനകത്തും അതുപോലെ ഡെബിയന്റെ സെക്യൂരിറ്റി ആ ഒരു കോമൺ ആയിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റെല്ലാം അവിടെ മിസ്സായി പോകും. കാരണം ഓരോ ആപ്പ് ഇമേജും അല്ലെങ്കിൽ ഓരോ സ്നാപ്പിന്റെ ഡെവലപ്പേഴ്സും അതിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡിപ്പെൻഡൻസീസിന്റെയും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പുതിയ വേർഷൻസും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് ഒരു ഡെവലപ്പർ എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും യൂസേഴ്സിൽ ഫാസ്റ്റ് ആയിട്ട് റീച്ച് ചെയ്യാൻ അത് കൺവീനിയന്റ് ആണ്, നോ ഡൗട്ട്. പക്ഷേ ഇതിനകത്ത് കമ്മ്യൂണിറ്റി ആയിട്ട് കൊളാബറേറ്റീവ് ആയിട്ട് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഷെയർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെല്ലാം അത് നെഗേറ്റ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് ഒരു ഡെവലപ്പർക്ക് അവരുടെ ആപ്ലിക്കേഷൻ എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ലോങ് ടേമിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് വർക്കാണ് വരിക, അല്ലെങ്കിൽ പലരും അത് ഫോളോ ചെയ്യത്തില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെബിയൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഉണ്ടാവുന്നില്ല ഓരോ പാക്കേജിനും. അപ്പം വേറൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഇനിയൊരു മിനി ഡെബ് കോൺഫ് അല്ലെങ്കിൽ ഒരു ഡെബ് ഉത്സവ് കേരളത്തിൽ എന്നാണ് ഇനി വരുന്നത് എന്നാണ്. പറയണ്ടോ? ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് ഇത് ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് താല്പര്യം നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ സ്ഥലത്തോ ഓർഗനൈസ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഓർഗനൈസ് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ എനിക്കൊന്ന് നമ്മൾ 2 വർഷം മുന്നേ എന്തോന്ന് കൊച്ചിയിൽ STS ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ഡെബ് ഉത്സവ് കൊച്ചി നടത്തിയത്. അതിനുശേഷം നമ്മൾ ഡെബ് ഉത്സവ് ഗോവ നടത്തി, ഡെബ് ഉത്സവ് ഡൽഹി നടത്തി. അങ്ങനെ നമ്മൾ ഓരോ ആരാണോ ലോക്കലി ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത് അവിടെ നമ്മൾ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇനി എത്ര സമയത്താണ് നോർമലി നമുക്ക് ഇതുപോലെ ഒരു ഫേസ് ടു ഫേസ് കോൺഫറൻസ് നടത്താൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇപ്പോ വേണമെങ്കിൽ വിർച്വൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വീഡിയോ കോൺഫറൻസ് ഒക്കെ വഴി നമുക്ക് നടത്താം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നടത്താൻ ഇനിഷ്യേറ്റീവ് എടുക്കുവാണെങ്കിൽ നമുക്കത് നടത്താം. സ്റ്റുഡൻസ് വളർന്നു പ്രൊഫഷണൽസിനോട് പ്രവീണേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ സോഫ്റ്റ്വെയർ
അല്ലെ ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇപ്പൊ നമുക്കൊരു ടെക്നിക്കൽ സ്കില്ലുണ്ട്, അത് വെച്ച് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമുക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സെൽഫ് റിലയൻസിലേക്കൊക്കെ നമ്മുടെ വേറൊരു രാജ്യത്തെയോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മുടെ എല്ലാ ഡിജിറ്റൽ നീഡ്സും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫ്രീ സോഫ്റ്റ്വെയർ തരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് സ്പ്രിംഗ്ലറിന്റെ ഒരു കേസൊക്കെ ഉണ്ടായി. നമ്മളിപ്പോ ഒരു US ബേസ്ഡ് കമ്പനിയോ അവരുടെ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നേരെ വെച്ച് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് അത് ചെയ്യുന്നെങ്കിൽ അവരുടെ കാല് പിടിക്കാതെ, ഇപ്പൊ നമ്മൾ ഒരു ഫീച്ചർ വേണമെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യണം, അവർ ചെയ്തേക്കാൻ ചെയ്യാതിരിക്കാം. അത് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടുത്ത തവണ അവർ കൂടുതൽ ഇപ്പൊ ഫ്രീ ആണെന്ന് പറയുന്നു, അടുത്ത മാസം ചിലപ്പോൾ അവർ പൈസ ഈടാക്കി വെക്കാം. വേറൊരു ദുരന്തം വരുമ്പോൾ ഫ്രീ ആയിട്ട് തരണമെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഇതിനകത്തൊരു സോഷ്യൽ ആസ്പെക്റ്റുകൾ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മെട്രിക്സ് പോലെയുള്ള സാധനം നമ്മുടെ ഒരു പ്രൈവസി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് തരും. ഇപ്പൊ നമ്മൾ പ്രൈവസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പ്രൈവസി ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ ഒരു പ്രീ റിക്വസിറ്റ് ആണ് പ്രൈവസി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമോ അല്ല, നമ്മുടെ തോട്ട് വരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. അപ്പോ ഇപ്പൊ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഇപ്പോ ഗവൺമെന്റ്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, വേറെ കോർപ്പറേറ്റ്സ്, ഇവരൊക്കെതിരെ നമ്മൾ എതിർക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത സ്ഥിതി വരും. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ എനിക്കൊന്നും മറയ്ക്കാനില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും വേറെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പൊ കറപ്ഷനെതിരെ RTI ആക്ടിവിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാം പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ പ്രൈവസി ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളത്ര വാല്യൂ ചെയ്യുന്നുണ്ടാവില്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള പ്രൊപ്പറേറ്ററി സർവീസുകളെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രൈവസി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഫ്രീ സ്പീച്ച് നമ്മുടെ ഡെമോക്രസിക്കും നമ്മുടെ ഫ്രീഡംസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കേണ്ടയും പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ പ്രൈവസി പോലും നമ്മളിങ്ങനെ എന്താ പറയാ ഒരു പിയർ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് എഫക്റ്റ് വഴി അവരുടെ കൂടി പ്രൈവസി നഷ്ടപ്പെടുത്താനാണ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ പ്രൈവസി വാല്യൂ ചെയ്യുന്നതിൽ പോലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈവസി കീപ്പ് ചെയ്യേണ്ട എത്രയോ നമ്മുടെ ആക്ടിവിസ്റ്റുകളും എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രൈവസിക്ക് വേണ്ടി ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയറും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന എൻക്രിപ്ഷൻ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ സർവീസുകൾ പോപ്പുലറൈസ് ചെയ്യാനും അതിലെ ഫീച്ചേഴ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ നമുക്ക് അവർക്ക് ഇപ്പൊ ബാക്കി ടെക്നിക്കലായിട്ട് എക്സ്പേർട്സ് അല്ലാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആൾറെഡി ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് മാത്രം സ്പെസിഫിക് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കൺട്രിബ്യൂഷൻ ആണ് ഇത്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് അതുപോലെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ കൊളാബറേറ്റീവ് സർവീസുകളും ഡെവലപ്പ് ചെയ്യാനും അത് സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും കൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ ഒരു ചോദ്യം ഇപ്പം വന്നിട്ടുണ്ട്. അതായത് ഈ പൈററ്റ് എന്താ സംഭവം, എന്തുകൊണ്ട് പൈററ്റ് പ്രവീണിന് പേര് വെക്കാൻ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാവോ? ഓക്കെ, നമ്മള് ഇപ്പോ എന്താ പറയുന്ന പൈറേറ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് എനിക്കൊന്ന് വേറെ ഫ്രണ്ട്സ് എല്ലാം എന്നെ പൈറേറ്റ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ശരി എന്ന് നമ്മൾ തന്നെ പൈറേറ്റ് പ്രവീൺ എന്ന് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പൈറേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പൈറേറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫ്രീ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഇപ്പൊ ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റി കുറച്ചെല്ലാം അറിയുന്നവർക്ക് ഒരു ഏതാണ്ട് ഇപ്പൊ നമ്മൾ ഡെബിയനെ പറ്റിയൊക്കെ പറയുമ്പോൾ
ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഡൗൺ ഹൈറാർക്കി അല്ലാതെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു മോഡലാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറിലൊക്കെ ഉള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബോസോ സിഇഒ CTO നിങ്ങൾ ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് തീരുമാനിക്കില്ല. അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ കൊളാബറേറ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ബെസ്റ്റ്, നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയറും നമ്മുടെ യൂസേഴ്സിനും എന്താണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ പല പൊളിറ്റിക്കൽ പാർട്ടീസും ഒന്നുമില്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊന്നും ആ ലീഡറെ എതിർക്കാനോ അവരെന്തെങ്കിലും മോശം ചെയ്താലോ പറഞ്ഞാലോ എതിർക്കാനോ ഒന്നും നിൽക്കൂല. അപ്പോ അങ്ങനെയുള്ള ഒരു ടോപ്പ് ഡൗൺ സ്ട്രക്ചർ ആണ് ഇതുള്ളത്. അപ്പോൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്താൽ പോലും അതിലെ മെമ്പേഴ്സിനോ ബാക്കി ആക്റ്റീവായ ആൾക്കാർക്കോ അതിൽ ലീഡേഴ്സിനെ എന്താ പറയാ ഒരു ലീഡേഴ്സിനെ കൺട്രോൾ ചെയ്യാനോ ലീഡേഴ്സ് എന്തെങ്കിലും തെറ്റായ പോളിസീസോ തെറ്റായ രീതിയിൽ ആ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനോ ഒന്നുമുള്ള ഒരു അവസരമോ വഴിയോ ഒന്നുമില്ല. നേരെ വെച്ച് നമ്മൾ പൈറേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ഇൻസ്പയർ ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പൊളിറ്റിക്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു, എല്ലാവരും ഒരേ ലെവലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ചില ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒന്നോ രണ്ടോ ലീഡേഴ്സോ അല്ലെങ്കിൽ ഫാമിലി കൺട്രോൾഡ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കൺട്രോൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നും ഓർഗനൈസേഷൻ പോവാതെ ഓരോ മെമ്പേഴ്സിനും അതിന്റെ ഒറിജിനൽ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് അഗ്രി ചെയ്യുന്ന ഗോൾസിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ നിർത്താനായിട്ട് ഓരോരുത്തർക്കും അതിനകത്ത് പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഇത് വേണമെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ്, ഒരു പൊളിറ്റിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ പറയാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ബേസ്ഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഇത് വർക്കാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് അധികം ആൾക്കാർക്കും ഒരു ബിലീഫ് അല്ലെങ്കിൽ അവർക്ക് കൺവിൻസ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ നമ്മളിപ്പോ അധികവും ടെക്കീസ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ അധികം ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ വൈഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ബാക്കിയുള്ള ടെക്കീസിന് പുറമേക്ക് നമ്മൾ എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ചലഞ്ചാണ്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാൻഡ് ചെയ്ത റൈറ്റ് ഒന്നും അല്ല നമുക്ക് പല ലോസ് അല്ലെങ്കിൽ പല ഇതിനകത്ത് നമുക്ക് തരുന്നത്. ഇപ്പോൾ CAA NRC റൂള്, ആരോഗ്യ സേതു, ആധാർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റൈറ്റ്സ് നമ്മുടെ ഫ്രീഡംസ് ഒന്നും അല്ല ആക്ച്വലി ഇത് ഇംപ്ലിമെന്റ് ആവുന്നത്, നമ്മുടെ ഫ്രീഡംസ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബോധ്യം വന്ന് ഇത് മാറ്റണം, നമ്മുടെ ഫ്രീഡംസും നമ്മുടെ പ്രൈവസി ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം, ഇതെല്ലാം ഒരു ഡെമോക്രസി ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ അത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറയാനും അതുപോലെ ഓരോ ഡിസിഷൻസ് ഓരോ പോളിസീസ് നമ്മൾ എടുക്കുമ്പോഴും അതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ pirates.org.in എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈറേറ്റ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്തതിന് പ്രവീണേട്ട വളരെയധികം നന്ദി. അപ്പം നമ്മളോട് ഇന്ന് ഇവിടെ ഇപ്പം ജോയിൻ ചെയ്തത് പ്രവീണേട്ടനായിരുന്നു. പ്രവീണേട്ടന് ഇവിടെ നിന്ന് ജോയിൻ ചെയ്തതിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു.
നാളെ ഇതേ സമയം ഞങ്ങൾ വീണ്ടും ലൈവ് വരുന്നതാണ്. നാളത്തെ ഗസ്റ്റ് സന്തോഷ് തോട്ടിങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന ഒരു ഫീൽഡിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക്സ്. താങ്ക് യു. ഓക്കെ.